അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന രോഗത്തിന്റെ പ്രിവെന്റീവ് മെഷേഴ്സിലൊന്നായ കിണറുകളുടെ ക്ലോറിനേഷനെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി നമ്മൾ കിണറ്റിലെ വെള്ളത്തിന്റെ അളവാണ് അറിയേണ്ടത്. അതിനായി 1. കിണറ്റിന്റെ ഇന്നർ ഡയമീറ്റർ നമ്മൾ കണ്ടുപിടിക്കണം. 2. കിണറ്റിലെ വെള്ളത്തിലെ ഹൈറ്റ് കണ്ടുപിടിക്കാനായി ഒരു തൊട്ടിയിൽ കയറ് കെട്ടി അടിത്തട്ട് വരെ ഇറക്കിയതിനു ശേഷം കയറ് എത്രത്തോളം നനഞ്ഞിട്ടുണ്ടെന്ന് അളന്ന് മനസ്സിലാക്കുക. ഈ 2 വാല്യൂസും നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. 3. ഇപ്പോൾ കിട്ടിയ ഈ വാല്യൂസ് എല്ലാം നമുക്ക് ഒരു ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പൈ ഡയമീറ്റർ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു 1000/4 എന്ന ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കിണറ്റിലുള്ള വെള്ളത്തിന്റെ അളവ് നമുക്ക് ലിറ്ററിൽ കിട്ടും. ഇനി നമ്മൾ അറിയേണ്ടത് എത്രത്തോളം ബ്ലീച്ചിങ് പൗഡറാണ് നമുക്ക് വേണ്ടതെന്നാണ്. 1000 ലിറ്റർ വെള്ളത്തിന് 2.5 ഗ്രാം ബ്ലീച്ചിങ് പൗഡറാണ് ഒരു നോർമൽ ക്ലോറിനേഷൻ ആവശ്യമുള്ളത്. എന്നാൽ ഈ രോഗത്തിന്റെ ഭീതിയുള്ള ഈ ടൈമിൽ നമുക്ക് സൂപ്പർ ക്ലോറിനേഷൻ തന്നെ ചെയ്യാം. അതിന് 1000 ലിറ്റർ വെള്ളത്തിന് 5 ഗ്രാം ബ്ലീച്ചിങ് പൗഡറാണ് വേണ്ടത്. ഉദാഹരണം 10,000 ലിറ്റർ വെള്ളമാണ് നിങ്ങളുടെ കിണറ്റിലുള്ളതെങ്കിൽ 5 × 10 50 ഗ്രാം ബ്ലീച്ചിങ് പൗഡറാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. നിങ്ങളുടെ കിണറിന് ആവശ്യമായിട്ടുള്ള ബ്ലീച്ചിങ് പൗഡറിന്റെ അളവ് കണ്ടുപിടിച്ചതിന് ശേഷം ആ ബ്ലീച്ചിങ് പൗഡർ ഒരു ബക്കറ്റിലേക്ക് എടുത്ത് വളരെ കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. അതിനുശേഷം 1/4 ഭാഗത്തോളം വെള്ളം നിറച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് 20 മിനിറ്റിലേക്ക് മാറ്റി വെക്കുക. 20 മിനിറ്റിന് ശേഷം ഈ സൊല്യൂഷൻ സെഡിമെന്റ് ചെയ്യുകയും മുകളിലുള്ള തെളിനീരാണ് നമുക്ക് വേണ്ടത്. ഈ തെളിനീര് ഒരു തൊട്ടിയിലേക്ക് മാറ്റിയതിന് ശേഷം കിണറ്റിലേക്ക് ഇറക്കി നന്നായിട്ട് മുകളിലേക്കും താഴേക്കും ഒക്കെ ആക്കി മിക്സ് ചെയ്യുക. പൂർണ്ണമായി മിക്സായി ഉറപ്പായതിനു ശേഷം 1 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഈ വെള്ളം ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. അങ്ങനെ വർഷത്തിൽ 1 പ്രാവശ്യം നിങ്ങൾ വെള്ളം ക്ലോറിനേറ്റ് ചെയ്താൽ മതിയാവും. സ്റ്റേ ഇൻഫോംഡ്, സ്റ്റേ സേഫ്.